ലൈഫിൽ ആദ്യമായിട്ട് ഒരു 3D സിനിമ കണ്ട സമയത്ത് ഒരു വൗ എന്നുള്ളൊരു ഫീലിംഗ്, ഒരു വൗ ഫാക്ടർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സിമിലർ ഫീലിംഗ് തന്നെയായിരുന്നു 4DX ആദ്യമായിട്ട് കണ്ടപ്പോഴും. സോ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇന്നലെ ഐമാക്സിൽ മൂവി കാണാനുണ്ടായി. ഇറ്റ് വാസ് ഇൻ ഐമാക്സ് 3D കൊച്ചി സിനിപോലിസിൽ. മൂവി നെയിം വാസ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ, അതിൻ്റെ ലൈവ് ആക്ഷൻ വേർഷൻ. സോ ലെറ്റ്സ് റിവ്യൂ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലെറ്റ്സ് റിവ്യൂ ഹൗ ഗുഡ് വാസ് ദിസ് IMAX 3D experience. ആദ്യം തന്നെ പറയട്ടെ, ഇറ്റ് വാസ് വിഷ്വലി സ്റ്റണ്ണിങ്. അതായത് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിലുള്ള ഒരു മൂവിയാണ് ഈ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. എന്ത് സീനാണെങ്കിലും ഇപ്പോൾ അതായത് 2 മണിക്കൂറാണ് പടത്തിൻ്റെ റൺ ടൈം. അതിൽ 52 മിനിറ്റ് ഫുൾ സ്ക്രീൻ, അത് ഫുൾ IMAX സ്ക്രീനിൽ ഇത് വരുന്നുണ്ട്. അതിനിപ്പോൾ 3D കൂടി ആയപ്പോൾ വരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടർ അടിച്ചാണ് പടം ആക്ച്വലി കണ്ടു തീർത്തത്. ലൈക്ക് എനിക്ക് പല സീൻസ് കണ്ടിട്ട് വാവ് എന്ന് വെച്ചാൽ എഡ്ജ് ഓഫ് ദ സീറ്റ് ആയിട്ട് ഇരുന്നിട്ടാണ് ഞാൻ മൂവി കണ്ടിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ആദ്യമായിട്ട് സിനിമ കണ്ട ഒരു ചെറിയ കുട്ടി എന്നുള്ള ഒരു ലെവൽ, ആ ഒരു രീതിയിലായിരുന്നു ആ പടം തീർത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു ഈ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ്റെ ലൈവ് ആക്ഷൻ വേർഷൻ. മൂവിയെ പറ്റി പറയാനാണെങ്കിൽ ആക്ടിങ് ഈസ് വെരി ഗുഡ്, മ്യൂസിക് ഈസ് നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഈവൻ ഇപ്പോൾ ഒരു അനിമേഷൻ സീരീസ് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലൈക്ക് സീൻ ബൈ സീൻ എനിക്ക് അറിയാം ഈ സ്റ്റോറി അല്ലെങ്കിൽ മൂവി എനിക്കറിയാം. അത് തന്നെയാണ് എക്സാക്ട്ലി അത് തന്നെയാണ് സിനിമയിലും വന്നിട്ടുള്ളത്. ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ ഗ്രാഫിക്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ശരിക്കുള്ള ആക്ടേഴ്സാണ് ആക്ട് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ചില വ്യത്യാസങ്ങൾ മാത്രമേ ശരിക്കും ഈ മൂവിയിൽ വന്നിട്ടുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് വന്ന ഏറ്റവും വലിയ ചേഞ്ച് എന്ന് വെച്ചാൽ ഈ IMAX 3D എക്സ്പീരിയൻസ് ആണ്. അത് ഇനി ഒരുപക്ഷെ അടുത്ത സിനിമ കാണുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ എന്നാലും ആദ്യമായിട്ട് ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് അത്രത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ മൂവി ഉള്ളത്. സോ ഐ വുഡ് റെക്കമെൻഡ്, ലൈക്ക് ഇഫ് യു ഹാവൻ വാച്ച്ഡ് IMAX, I would recommend to go watch this movie in IMAX 3D because അതിന് അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ട്, അതിന് അതിൻ്റേതായ രസമുണ്ട്. മൂവിയെ ഇഷ്ടപ്പെടുന്നവർക്ക്, ലൈക്ക് ഇപ്പോൾ മൂവിയുടെ എല്ലാ ഫാക്ടേഴ്സും ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഇത്. പക്ഷേ കൊച്ചി IMAXൽ ഒടുക്കത്തെ റേറ്റാണ്. അതായത് 700 രൂപയാണ് ടിക്കറ്റിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അത്രത്തോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. പക്ഷേ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഓപ്ഷനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കാണാൻ തന്നെ ഉള്ളൂ. സോ ഐ വുഡ് സേ ഇറ്റ് വാസ് സ്റ്റണ്ണിങ് ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ലൈക്ക് ഇനി പക്ഷേ ഞാൻ പോയി കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇറ്റ് വാസ് എക്സ്ട്രീംലി വണ്ടർഫുൾ.